വെൽക്കം ടു ക്രേസി വെജ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ടേസ്റ്റിലുള്ള പരിപ്പ് വടയാണ്. ഇതിന് എന്തൊക്കെ വേണം നോക്കാം. ആദ്യം കടലപ്പരിപ്പ് അല്ലെങ്കിൽ വടപ്പരിപ്പ് എന്ന് പറയും. ഇത് ഒരു കപ്പ്, മെഷറിംഗ് കപ്പിൽ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 4-5 മണിക്കൂർ 4-5 മണിക്കൂർ കുതിർത്ത് നന്നായി കഴുകി വെള്ളമൊക്കെ വാർന്ന ശേഷം എടുത്തു വച്ചിരിക്കുന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 5 മണിക്കൂറിൽ കൂടുതൽ സമയം വെള്ളത്തിലിട്ടിരുന്നാൽ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ 5 മണിക്കൂർ മാക്സിമം ഇട്ടിരുന്നാൽ മതി. ഇതേപോലെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാം. നമുക്ക് ഫിംഗർ വെച്ച് ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വരണം. അത്രയും മാത്രം സമയം വെള്ളത്തിലിട്ടാൽ മതി. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 10 അല്ലി എടുക്കുക. പിന്നെ ഇഞ്ചി ഒരു ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്, ആവശ്യത്തിന് എടുക്കാം. 2 കതിർപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വറ്റൽമുളകും പച്ചമുളകും. നമുക്ക് ഓപ്ഷണലാണ് പച്ചമുളക്, വേണമെങ്കിൽ ചേർത്താൽ മതി. വറ്റൽമുളക് മാത്രം ചേർത്താലും മതി. പിന്നെ ഉള്ളി, അതായത് ഒരു മീഡിയം സൈസ് സവോളയും ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. സവോള മാത്രം അല്ലെങ്കിൽ ചെറിയ ഉള്ളി മാത്രം എടുക്കാം. പിന്നെ പൊടികൾ കാശ്മീരി ചില്ലി ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് നമ്മൾ പരിപ്പ് വടയ്ക്ക് ഒരു നല്ല ടേസ്റ്റ് തരുന്നത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞിട്ട് വെച്ചിരിക്കുന്ന പരിപ്പ് എടുത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ അരയ്ക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അരയ്ക്കുക. അപ്പോൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം അരയ്ക്കേണ്ട, നല്ല ഒരു പകുതി അരഞ്ഞ് കിട്ടിയാൽ മതി. കുറച്ച് നന്നായിട്ട് അരഞ്ഞിട്ട് കുറച്ച് പരിപ്പ് ഇങ്ങനെ മുഴുവനെ അതിനകത്ത് കിടക്കണം. അരയാത്ത കുറച്ച് പരിപ്പുകളും കൂടെ ഉണ്ടാകണം. ആ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ കിട്ടുമ്പം നമുക്ക് വട ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. ഈ രീതിയിൽ ഞാൻ 2 തവണയായിട്ട് ഇട്ടിട്ട് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒട്ടും വെള്ളമില്ലാതെയാണ്, നമ്മൾ വെള്ളമേ ചേർക്കാൻ പാടില്ല. ഒട്ടും വെള്ളമില്ലാതെ ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ബാക്കി നമുക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടെ ഒന്ന് കൊച്ചായിട്ട് അരിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചോപ്പർ യൂസ് ചെയ്യുകയാണ്. ചോപ്പറിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഒക്കെ കൂടി ഇട്ടിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രേറ്റർ യൂസ് ചെയ്യാം. ഗ്രേറ്ററിൻ്റെ വലിയ ബ്ലേഡിലേക്ക് ഒന്ന് ഉരച്ചു കൊടുത്താൽ നന്നായിട്ട് ഒരേ വലിപ്പത്തിൽ തന്നെ എല്ലാം കിട്ടും. അല്ലെങ്കിൽ കൈകൊണ്ട് കൊത്തി അരിഞ്ഞെടുത്താലും മതി. എല്ലാം ഒരേ വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. മാത്രമല്ല സമയവും കുറേ ലാഭിക്കാം. നമുക്കൊരു 30 സെക്കൻഡ് സമയം കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ഞാനെല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ അടച്ചിട്ട് പെട്ടെന്നൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ഒരേ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കറിവേപ്പില ഇതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല. കറിവേപ്പില വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കത്തി കൊണ്ട് അല്ലെങ്കിൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് മുറിച്ചിട്ട് പോകും. അപ്പം ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ അതിലേക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും ഇട്ടു. ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഒത്തിരി പ്രഷർ കൊടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടികളും ഒക്കെ നന്നായിട്ട് ആ പരിപ്പിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇതുപോലെ മിക്സ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴത്തേക്ക് നല്ല ഒരു ഫ്ലേവറിൽ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, നമ്മുടെ ചോയ്സ് അനുസരിച്ച്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വടയ്ക്ക് വേണ്ടിയിട്ട് അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് എടുക്കുക. ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ നന്നായിട്ട്
ഉരുള ആക്കി എടുത്ത ശേഷം കയ്യിലേക്ക് വെച്ചിട്ട് ഈ രീതിയിൽ പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പരത്തുമ്പോൾ കൈ കൊണ്ട് തന്നെ നമ്മൾ ആ റൗണ്ട് ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ കോർണറൊക്കെ കറക്റ്റായിട്ട് നല്ല ഫൈനായിട്ട് തിന്നായിട്ട് വരണം. പിന്നെ നടുക്ക് വശമാണെങ്കിലും ഒരുപാട് മാവ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇട്ട് കൊടുക്കാവുള്ളൂ. എണ്ണ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മാവ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അത് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റണം. എന്നിട്ട് അടുത്തതും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഫിംഗറിൻ്റെ ആ ഒരു ടിപ്പ് വെച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നടുവശം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കട്ടി കുറച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സമയം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉരുള ഉരുട്ടുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ കിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം ഒന്ന് കറക്റ്റ് ആ വെള്ളത്തിൻ്റെ ഇതൊന്ന് കറക്റ്റാക്കി കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അരച്ച ശേഷം നമ്മൾ കുഴച്ച് ഉരുട്ടുന്ന സമയത്ത് മാവിൻ്റെ വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ കടലമാവ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാം. ഇടത്തെ കൈയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫിംഗർ വെച്ച് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കാം. ഇങ്ങനെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് വേണം റെഡിയാക്കാനായിട്ട്. അല്ല ഒരു സൈഡ് കുക്കായിട്ട് നമ്മൾ തിരിച്ചിടാൻ നിന്നാൽ അതിൻ്റെ ക്രിസ്പിനെസ് കിട്ടത്തില്ല നമുക്ക്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം നിന്നിട്ട് അതിങ്ങനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് കൊടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റ് സമയമെടുക്കും. ഈ രീതിയിൽ നടുവശം നന്നായിട്ട് വേഗവും ചെയ്യും. അതിൻ്റെ കോർണറൊക്കെ നല്ല മുരിഞ്ഞ പരിപ്പ് വട തയ്യാറാക്കിയെടുക്കാം. ഈ രീതിയിൽ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കിയെടുക്കാം. കട്ടി എത്ര കുറച്ചിട്ടെടുക്കാമോ അതാണ് കൂടുതൽ. ഇപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാലും ആ ക്രിസ്പിനെസ് അതേപോലെ തന്നെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. Thank you for watching this video. Please subscribe.